ശ്രീ കെ വി സുമേഷ് 8 മിനിറ്റ്. സാറേ, ഞാൻ ഈ നയപ്രഖ്യാപനത്തെ എതിർക്കുകയാണ്. ഇടതുപക്ഷത്തെ വലിയ നിലയിൽ പരിഹസിച്ചും ആക്ഷേപിച്ചും ഒട്ടേറെ കാര്യങ്ങൾ ബഹുമാന്യരായിട്ടുള്ള പുതിയ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ പറയുണ്ടായി. സാർ, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയമാണ് ഉണ്ടായത്. ഞങ്ങളുടെ പാർട്ടിയുടെ LDFന്റെ നേതാക്കന്മാർ അത് സംബന്ധിച്ച് ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ജനവിധി അംഗീകരിച്ച് മികച്ച വിജയം നേടിയ UDFനെ അഭിനന്ദിച്ച് കേരളത്തിൻ്റെ ഒരു പൊതു വളർച്ചയ്ക്കും വികസനത്തിനും സഹായകരമായ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി തുടരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാർ, കളിയാക്കുന്നവർ ആലോചിക്കേണ്ടത് കേരളം കണ്ട ലീഡർ എന്ന് വിളിച്ച ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ 1967 9 നിയമസഭാ അംഗങ്ങളുമായി കേരളത്തിന്റെ നിയമസഭയിലിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇരു മുന്നണിക്കും വലിയ ജയങ്ങളും വലിയ പരാജയങ്ങളും ഉണ്ടായി. ഈ പരാജയം കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതാവും എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ്. അതിശക്തിയോടുകൂടി ഇടതുപക്ഷം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും ചെയ്യും. സാർ, ഈ നയപ്രഖ്യാപനം കേരളം അഭിമുഖീകരിക്കുന്ന ആധുനിക വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളം ഒട്ടേറെ വികസന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന വികസന പ്രശ്നങ്ങളിൽ നാം നേരിടുന്ന പ്രതിസന്ധി, വലിയ വിഭവങ്ങൾ നമുക്കില്ല, വരുമാനം വലിയ നിലയിലില്ല. UDF ഇപ്പോൾ അധികാരത്തിൽ വന്നു. ഈ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഫിസിക്കൽ ഫെഡറലിസത്തിനും രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കും വിരുദ്ധമായ നിലപാടുകളെ ശക്തമായി എതിർക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണയും പറഞ്ഞു, ഞങ്ങളല്ല പ്രശ്നം, CPIMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ട് മാത്രമാവണം ആ നിലപാട് സ്വീകരിക്കണമെന്നില്ല. ഇന്ത്യയിലെ BJP ഇതര ഗവൺമെന്റുകളോട് ഇന്ത്യ ഭരിക്കുന്ന BJP സ്വീകരിക്കുന്ന അപകടകരമായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുണ്ട്. സാർ, വികസന പ്രശ്നങ്ങളെ ഫണ്ട് അനുവദിക്കാതിരിക്കുക, നമുക്കാവശ്യമുള്ള തുക പുനഃപരിശോധിക്കേണ്ടതാണ്. GST, ഇപ്പൊ നീറ്റ് എക്സാം വന്നു, സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു, സെൻട്രലൈസ്ഡ് ചെയ്തു. എത്ര കടുത്ത ആക്ഷേപമാണ് നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രീകൃതമായ ഒരു ഓട്ടോക്രസിയിലൂന്നിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഈ രാജ്യത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? സംഘപരിവാറിന് മുന്നിൽ വിധേയമായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. മുൻ മുഖ്യമന്ത്രിയെ ഇവിടെ പരിഹസിച്ചു. തകർന്നുപോയ കപ്പലും ആ കപ്പലിനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നെല്ലാമുള്ള കാര്യങ്ങളും ഇവിടെ പറയുണ്ടായി. സാർ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സംഘപരിവാറിന്റെ ആക്രോശങ്ങൾക്ക് മുന്നിൽ ഒരു തവണ പോലും വഴങ്ങി നിന്ന ആളല്ല എന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കുള്ള പോരായ്മകൾ ഞങ്ങൾ പരിശോധിക്കും, ആ പരിശോധനയുടെ ഭാഗമായിട്ട് തിരുത്തുകയും ചെയ്യും. സാർ, ഈ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങള് വലിയ ആക്ഷേപത്തിന് ഇവിടെ മുൻ ആരോഗ്യമന്ത്രിയെ, മുൻ വനം മന്ത്രിയെ, ഇപ്പോ ബഹുമാനപ്പെട്ട ഷിബു മിനിസ്റ്റർ അവിടെ പോയപ്പോ ആന വാഹനത്തെ തടഞ്ഞല്ലോ. ഞങ്ങളത് പരിഹസിക്കാനൊന്നുമില്ല, ആന തന്നെയാ തടഞ്ഞെന്നാ പറഞ്ഞു. എന്താ ആ പ്രശ്നത്തിന്റെയൊക്കെ കണ്ടന്റ് എന്താ? ബഹുമാനപ്പെട്ട മുരളീധരൻ സാറ്, അദ്ദേഹം ആരോഗ്യമന്ത്രിയാണ്, 1, 2, 3 വിഷയങ്ങൾ ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വന്നല്ലോ. ഞങ്ങൾ അതിനെയൊന്നും ഒരു വേറെ അർത്ഥത്തിൽ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് ആരോഗ്യമന്ത്രിയുടെ പിഴവാണോ? നമ്മുടെ ഈ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ യഥാർത്ഥ വസ്തുത കാണാതെ അതിനെ വലിയ നിലയിൽ ഒരു ആന്റി ലെഫ്റ്റ് വ്യക്തിപരമായി കേന്ദ്രീകരിച്ച് പ്രചണ്ഡമായ പ്രചരണം ഈ സംസ്ഥാനത്തുണ്ടായി. ഇങ്ങനെയെല്ലാം ഞങ്ങൾ അതിനെയൊന്നും ഇപ്പോഴൊരു മോശം ഒരു ഗവൺമെന്റ് വന്നു, ആ ഗവൺമെന്റ് തുടക്കത്തിൽ പ്രവർത്തിക്കുകയാണ്, ആ ഉയർന്നു വരുന്ന വിഷയങ്ങളെ അതിനെ ആകെ മോശമായി മന്ത്രി അതിന്റെ ഭാഗമായിട്ടൊന്നും പറഞ്ഞു പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. പക്ഷേ ഇങ്ങനെയെല്ലാം ഈ 1-2 മാസം കൊണ്ടുണ്ടായല്ലോ. സാർ, വികസന പ്രശ്നങ്ങളോടുള്ള സമീപനം നിരാശ ഉണ്ടാക്കുന്ന എന്താ കേരളത്തിലെ തുടക്കത്തിൽ നിങ്ങൾക്ക് 102 സീറ്റ് തന്നു, നിങ്ങൾ കാണിച്ചത് എന്തെന്നാ? ഒരു അൺസർട്ടനിറ്റി ഉണ്ടായില്ലേ?
രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം നേരത്തെ ബാലഗോപാൽ സംസാരിക്കുമ്പോൾ ബഹുമാനനായ ബാലഗോപാൽ മുൻ മന്ത്രി പറഞ്ഞു. ആരെയല്ല ഉമ്മൻചാണ്ടി, നിങ്ങൾ തന്നെ ഈ സഭയിൽ വിളിച്ചു പറയുന്ന ദൈവതുല്യമായി കാണുന്ന ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറി റോട്ടിൽ ചവിട്ടുന്ന നില ഉണ്ടാക്കിയത് ഞങ്ങളാണോ? നിങ്ങൾക്ക് 102 സീറ്റാ ജനങ്ങൾ തന്നു. KC വേണുഗോപാലിന്റെ ആര് മുഖ്യമന്ത്രിയാവണമെന്നൊക്കെ നിങ്ങളുടെ പൊളിറ്റിക്കൽ തീരുമാനമാണ്, ഞങ്ങൾ അതിലൊന്നും പറയാനില്ല. എത്ര കടുത്ത ഏറ്റുമുട്ടലുണ്ടായി 102 സീറ്റ് നിങ്ങൾക്ക് തന്നപ്പോ. നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നിരാശാജനകമായി, നിങ്ങളുടെ വികസനം LDF കൊണ്ടുവന്നതിനെല്ലാം എതിർക്കുന്നതാണോ? ബഹുമാനപ്പെട്ട മുൻ മന്ത്രി G. സുധാകരൻ സാർ ഇവിടെ പറഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായം ആധുനിക വികസനത്തിൽ ഏറ്റവും അനിവാര്യമാണ് അതിവേഗതയിലുള്ള ട്രെയിൻ കേരളത്തിൽ. ഇന്നത്തെ കേരളം അഭിമുഖീകരിക്കുന്ന വികസന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി ഇല്ല. ഒരു RTO ഓഫീസിൽ നിന്ന് ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 25,000 വാഹനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. കേരളത്തിൽ എത്ര RTO ഓഫീസുണ്ട്? ഏത് നഗരത്തിലാ കുരുക്കില്ലാത്തത്? കേരളം ഇപ്പൊ ജൻ ആൽഫയിലെത്തി അല്ലേ? ബീറ്റയിൽ തുടങ്ങി. എന്താ പുതിയ തലമുറയുടെ അഭിപ്രായം? അവര് എടുക്കുന്ന സമീപനം എന്താ? ജൻസിയിൽ നിന്ന് ജൻ ആൽഫ, ജൻ ബി. ഇന്ന് ലോകം പുറത്തുപോയി വരുന്നവരെല്ലാം നമ്മളെങ്ങനെ ഈ കേരളത്തിലെ ഭൂമി അതീവ സെൻസിറ്റീവാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളും റോഡുകളും പാലങ്ങളും സ്കൂളൊക്കെ ഉണ്ടായത് ആരോ സൗജന്യമായി വിട്ടുകൊടുത്ത സ്ഥലത്തായിരുന്നില്ലേ സാർ? സ്ഥലത്ത് തൊടാൻ പറ്റില്ല എന്ന UDF നിലപാട് ഞങ്ങൾ സ്വീകരിച്ചാലോ? ഞങ്ങൾ ആ നിലപാടിലേക്ക് പോയാലോ? സാർ, ഇത് കേരളത്തിന്റെ വികസനത്തിന്, ആധുനിക വികസനത്തിന്റെ കുറ്റിപ്പറിക്കലായി ആ തീരുമാനം മാറാതിരിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ആവേശപൂർവ്വം കാണരുത്. വലിയ പ്രശ്നമാണ്. 5-10 വർഷം അപ്പുറത്തേക്ക് ചിന്തിച്ചു നോക്ക് സാർ. വളരെ ഗൗരവമാർന്ന പ്രശ്നമാണ്. വികസന പ്രശ്നങ്ങളോട് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായി ആ അർത്ഥത്തിൽ കാര്യങ്ങളെ കണ്ടുപോയാൽ ഉണ്ടാകുന്ന അപകടം അതീവ ഗൗരവവും ഗുരുതരവുമായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട പുതിയ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ്. സാർ, ഈ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാവും. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം വികസന വിരോധമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വികസനത്തോട് ജനങ്ങൾ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ പിന്തുണ കൂടിയ ലൈഫ് ആണെങ്കിലും, നാഷണൽ ഹൈവേ ആണെങ്കിലും, കേരളത്തിലെ വ്യത്യസ്തമായ ജലപാതയാണെങ്കിലും, ആധുനിക കേരളത്തിന്റെ വികസനത്തിന് സഹായകരമായ ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ആ വികസന കാഴ്ചപ്പാടിന്റെ സംരക്ഷകരായി ഏത് പരാജയത്തെയും അതിജീവിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം തല ഉയർത്തി മുന്നോട്ട് വരും. കാവലാളായി ഞങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവും എന്ന് സൂചിപ്പിച്ച ഈ നയപ്രഖ്യാപനത്തെ എതിർത്ത് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്.